ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് മത്തങ്ങ എരിശ്ശേരിയാണ്. നമ്മൾ കഞ്ഞിയുടെ കൂടോ ചോറിൻ്റെ കൂടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഉത്തമമായൊരു ഡിഷാണ് മത്തങ്ങ എരിശ്ശേരി. അപ്പോൾ എങ്ങനെയാണ് മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. 250 ഗ്രാം മത്തങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് പയർ, ഉണക്കപ്പയർ. എനിക്ക് കിട്ടിയത് വെള്ളപ്പയറാണ്. നിങ്ങൾക്ക് നാട്ടിൽ കിട്ടുന്ന ഏത് ടൈപ്പ് പയറാണെങ്കിലും കറുത്ത പയർ, ചെറുപയർ ഉപയോഗിക്കുക, വലിയ പയറാണ് എപ്പോഴും നല്ലത്. പിന്നെ തേങ്ങ നിങ്ങളുടെ ഇഷ്ടം. തേങ്ങ കുറച്ച് കൂളി ചേർത്ത് നല്ല ടേസ്റ്റാണ്. ഞാൻ അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ചേർക്കാൻ വേണ്ടി. അതിനുശേഷം ഇതിനകത്ത് ചേർക്കാൻ വേണ്ടി കുറച്ച് കറി ലീവ്സ്, കുറച്ച് ഉണക്കമുളക്, വെളുത്തുള്ളി കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. വെളുത്തുള്ളി ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വെളുത്തുള്ളി ചേർക്കണ്ട. അതിന് പകരം കുഞ്ഞുള്ളി ചേർത്താലും മതി. വെളുത്തുള്ളി ചേർക്കുന്നതാണ് നല്ലത്, നല്ല ടേസ്റ്റ്, ഓരോരുത്തരുടെ ഇഷ്ടം. പിന്നെ കുറച്ച് ജീരകം, പച്ചമുളക്. ഞാൻ വേറെ മുളക് പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല, പച്ചമുളകാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന പയറിൻ്റെ വേവ് അനുസരിച്ച്, ഞാൻ ഉപയോഗിക്കുന്നത് വെള്ളപ്പയറാണ്. അതിനൊരു 3 സീറ്റൊക്കെ അടിച്ച് വെന്ത് കിട്ടും. ഒരു 3 സീറ്റ് അടിച്ച് വേവിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ചിലരാണെങ്കിൽ നമ്മളെടുക്കുന്ന പയറിൻ്റെ കൂടെ തന്നെ മത്തങ്ങ ഇട്ട് സീറ്റ് അടുപ്പിക്കും. പക്ഷേ അതങ്ങ് ഒരുപാടങ്ങ് ആയിപ്പോകും വലുതായിട്ടും. പക്ഷേ ഞാൻ മത്തങ്ങ സെപ്പറേറ്റാണ് വേവിക്കുന്നത്. മത്തങ്ങ വേറൊരു പാത്രത്തിലിട്ട് നന്നായിട്ട് ഒന്ന് ഉടഞ്ഞ് കിട്ടുന്ന പരുവം അനുസരിച്ച് വേവിച്ചെടുക്കുക. അത് ഓരോരുത്തർക്ക് കിട്ടുന്ന മത്തങ്ങയുടെ അനുസരിച്ച്, മത്തങ്ങയുടെ വേവിനനുസരിച്ചും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എടുത്തു വെച്ച പയറും മത്തങ്ങയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിന് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മത്തങ്ങ ഒന്ന് ഉടച്ചതിന് ശേഷം, മത്തങ്ങ ഒന്ന് ഉടയുന്ന പരുവാകുമ്പോഴാണ് നമ്മളതിന് പയറും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അതിനെ ഒന്ന് വേവാൻ അനുവദിക്കുക. ഈ മത്തങ്ങയും പയറും കൂടെ വേവുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരുന്ന പച്ചമുളക്, ഞാൻ അതിന് നമ്മൾ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. പച്ചമുളകും തേങ്ങയും നമ്മൾ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളിയും ജീരകവും ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകേണ്ട, ഒരു 80% അരഞ്ഞാൽ മതി. അരച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഒരുമിച്ച് മിക്സ് ആയിട്ടുള്ള മത്തങ്ങയ്ക്കകത്തും പയറിനകത്തേക്കും നമ്മൾ അരപ്പൂടെ ചേർത്തിട്ട് വേവാൻ അനുവദിക്കുക. ഈ അരപ്പ് ഒഴിച്ചതിന് ശേഷം വേവുന്ന സമയത്ത് ഒരു പാനിനകത്തേക്ക് ശകലം കടുക് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് നമ്മളുടെ ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ടതിന് ശേഷം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള പകുതി തേങ്ങയാണ് നമ്മൾ മൊത്തത്തിൽ എടുത്തു വെച്ചിരുന്ന തേങ്ങയുടെ പകുതി നമ്മൾ അരച്ച് ചേർത്തു. ബാക്കി പകുതി ഇതിനകത്തേക്ക് ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ചൂടാക്കിയെടുക്കുക. ഇപ്പോൾ ഞാൻ വറുത്ത തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഈ ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തിളച്ചുകൊണ്ടിരിക്കുന്ന പയറും മത്തങ്ങയോട് ഉടച്ച് തേങ്ങ അരച്ച് ചേർത്തതും കൂടെ നല്ല ഉടഞ്ഞതിനകത്തേക്ക് നമ്മൾ ഈ നല്ല ചൂടോടുകൂടി ഈ വറുത്ത തേങ്ങ ഇട്ട് കഴിയുമ്പോഴത്തേനും നമ്മളുടെ മത്തങ്ങക്കറി നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി കഞ്ഞിയുടെ കഴിക്കാൻ നല്ലതാണ്. നന്നായിട്ടിരുന്ന് കഴിക്കും. കഞ്ഞിയാണെങ്കിലും ചോറാണെങ്കിലും ഇത് മാത്രം മതിയാകും നമുക്ക് കഴിക്കാൻ വേണ്ടി. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കുക.
താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.